നമുക്ക് തിരക്കഥ, സിനിമ ഈ ഒരു മേഖലയിലെ പത്മരാജനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. പ്രയാണം, ഭരതൻ പത്മരാജൻ കോമ്പിനേഷൻ ആദ്യമായി വരുന്നത് അതിൽ കഥാകൃത്തായി വന്നു. കഥാകൃത്തല്ല, തിരക്കഥ, തിരക്കഥാകൃത്താണ്. അതെ, കഥാപരവത് തിരക്കഥാകൃത്തായി വന്നു. പിന്നെ പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമയായപ്പോഴേക്കും സ്വന്തമായ സംവിധായകനായി മാറി. ഇപ്പോൾ ആ സിനിമ കാലഘട്ടത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തൃശ്ശൂർ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എനിക്ക് സിനിമയോടൊരു വല്ലാത്ത അഭിനിവേശം തോന്നി തുടങ്ങിയത് തൃശ്ശൂർ ഇരിക്കുമ്പോഴാണ്. രാമു കാര്യാട്ടുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ. കാര്യാട്ടിൻ്റെ ചെമ്മീൻ ഇറങ്ങിയ സമയമാണ്, 65 എൻ്റെ ഓർമ്മ. അപ്പം ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉണ്ണിമേനോൻ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് തൂവാനത്തുമ്പിയുള്ള ജയകൃഷ്ണനായി പുറത്തു വന്ന ഉണ്ണിമേനോൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഈ ഇദ്ദേഹം രാമു കാര്യാട്ട്, MT വാസുദേവൻ നായർ ഒക്കെ. അങ്ങനെ ഉണ്ണിമേനോൻ ധാരാളം വായിക്കുകയും എഴുതുക, അന്നൊക്കെ മാതൃഭൂമിയിൽ കഥയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയമാണ്. ഉണ്ണിമേനോനുമായിട്ടുള്ള അടുപ്പം ഇവരുമൊക്കെ ആയിട്ട് പരിചയപ്പെടാനും രാമു കാര്യാട്ടിനെ അങ്ങ് ഭയങ്കര ആരാധനയായി. അപ്പോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാര്യാട്ടിൻ്റെ ഒരു ഗൗണിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കും. അകത്ത് ഒന്നും ഇട്ടില്ലെങ്കിലും വലിയൊരു ഗൗൺ അങ്ങിട്ട് ഭയങ്കര വലിയ ആൾ കാണുമ്പോൾ നമുക്കങ്ങ് പേടിയല്ല, വല്ലാത്തൊരു ബഹുമാനം തോന്നും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. ശരിക്കും കാര്യമായിട്ടാണ് അദ്ദേഹത്തിനെ വല്ലാതെ സിനിമയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക്, പ്രേരിപ്പിക്കില്ല, ഒരു പ്രചോദനം. സിനിമയിലേക്ക് വരണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് തോന്നിയ കാര്യമായിട്ടിനെ കണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് പലതും നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ലല്ലോ, ഒക്കെ വന്നു ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ. കഥാകൃത്തായി കുറേ കഴിഞ്ഞ് കഥ എഴുത്തിൽ നിന്ന് നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ളൊരു നോവൽ സീരിയലൈസ് ചെയ്ത് വന്നപ്പോൾ അന്ന് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന സകല ഡയറക്ടേഴ്സും അത് സിനിമയാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചിരുന്നു. 70 അത് സീരിയലൈസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്, കുങ്കുമം വാരികയിൽ. അത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലായിരുന്നു. പക്ഷേ ഇതിന് തിരക്കഥ എഴുതി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു അന്നൊക്കെ ഉണ്ടായിരുന്ന നായകന്മാർ എന്ന് പറയുന്നത് വളരെ സൽസ്വഭാവികളായ നായകന്മാരായിരുന്നു. പക്ഷേ നക്ഷത്രങ്ങളെ കാവലിലെ നായകൻ ഒട്ടും സൽസ്വഭാവിയല്ലാത്ത ഒരാളായിരുന്നു. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ, അതുകൊണ്ടായിരിക്കാം തിരക്കഥ എഴുതി കഴിയും, അവസാനം ആ ഡയറക്ടർ അങ്ങ് മാറും. അങ്ങനെ അന്ന് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന സകല ഡയറക്ടേഴ്സും ഇതിനു വേണ്ടി ആവശ്യപ്പെടുകയും ഇതിനുവേണ്ടി തിരക്കഥ അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്കുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനമായി. പഠിക്കുക, എങ്ങനെ തിരക്കഥ ഓരോ ഡയറക്ടറും ഒരു കഥയെ അവരുടെ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ശരിക്കും ഒരു പഠിക്കാൻ പറ്റി. എഴുതി തെളിയുക എന്ന് പറയുന്ന പോലെ നക്ഷത്രങ്ങളെ കാവലാണ് ശരിക്കും അദ്ദേഹത്തിനെ ഒരു തിരക്കഥാകൃത്താക്കുന്നത്. അതിനുള്ളൊരു പലതരത്തിൽ എഴുതാൻ, ഒരു തിരക്കഥ ഒരേ കഥ തന്നെ എങ്ങനെയൊക്കെ എഴുതാം, ഏതൊക്കെ വിധത്തിൽ എഴുതാം, ഒരു 5-10 തിരക്കഥ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ സിനിമ ഒരുപാട് കാലത്തിന് സിനിമയായില്ല. പിന്നെ എപ്പോഴോ സേതുമാധവനാണ് അത് ഡയറക്റ്റ് ചെയ്ത് സിനിമയാക്കുന്നത്. അത് കഴിഞ്ഞ് 75-74 ഈ നക്ഷത്രങ്ങളെ കാവലിൻ്റെ സിനിമയാക്കണമെന്ന് വിൻസെൻ്റ് മാഷ് ആവശ്യപ്പെട്ടു. അപ്പം ആലപ്പുഴ ഉദയയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗന്ധർവക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭരതൻ അവിടെ അതിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. മേലാറ്റൂർ രവിവർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വിൻസെൻ്റ് മാഷിനെ. മേലാറ്റൂർ രവിവർമ്മ വിളിച്ചിട്ടാണ് പത്മനാഭൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് അവർ ഈ നക്ഷത്രങ്ങളെ കാവലിനെ പറ്റി സംസാരിക്കുകയും ഭരതനെ പരിചയപ്പെടുകയും ചെയ്തു. ഭരതനും പത്മരാജനും തമ്മിൽ എന്തോ ഒരു വല്ലാത്തൊരു ബന്ധം അപ്പം തന്നെ അവർക്ക് പരസ്പരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും രണ്ടുപേർക്കും ഏകദേശം ഒരേപോലത്തെ കാഴ്ചപ്പാടാണ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ എന്തായാലും അതൊരു വലിയ ബന്ധത്തിലേക്ക് അടുത്തു. വിൻസെൻ്റ് മാഷിൻ്റെ പരിപാടി നടന്നില്ല, മേലാറ്റൂർ വർമ്മയുടെ നടന്നില്ല. അത് കഴിഞ്ഞ് ഭരതൻ നക്ഷത്രങ്ങളെ കാവലിനെ പറ്റി ആലോചിച്ചു, അതും നടന്നില്ല. അങ്ങനെയാണ്
പ്രയാണത്തിലേക്ക് എത്തുന്നത്. ഭരതൻ പറഞ്ഞൊരു കഥയാണ്, അതിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജൻ ഫീൽഡിലേക്ക് വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ സിനിമയാണ്.